എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് മെഡിക്കൽ ബിരുദധാരിയാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. രാജ്യത്തെ ഏക മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിൻ്റെ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നീറ്റ് UG 2025 അപേക്ഷാ സമർപ്പണം ആരംഭിച്ചിട്ടുണ്ട്. ബിരുദതല മെഡിക്കൽ പ്രവേശനത്തിനുള്ള രാജ്യത്തെ ഏക പ്രവേശന പരീക്ഷയായ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് എക്സാമിൻ്റെ പ്രവേശനമാണ് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. പ്രവേശനത്തിനുള്ള അപേക്ഷാ സമർപ്പണമാണ് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. പരീക്ഷ മെയ് 4 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്നതാണ്. ഇതിൻ്റെ പ്രാധാന്യങ്ങൾ നാം നോക്കുമ്പോൾ MBBS, BDS, BAMS, BUMS, BSMS, BHMS കോഴ്സുകളിലേക്കുള്ള പ്രവേശനമാണ് പ്രധാനമായും നീറ്റ് UGയുടെ പരിധിയിൽ വരുന്നത്. അതോടൊപ്പം തന്നെ BVSC അതിൻ്റെ AH വെറ്റിനറി ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ BSc ഓണേഴ്സ് നേഴ്സിംഗ് പ്രവേശനത്തിനും നീറ്റ് UGC സ്കോർ പരിഗണിച്ചു വരുന്നു. കേരളത്തിലെ മെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് നീറ്റ് UG ബാധകമാക്കിയിട്ടുണ്ട്. നീറ്റ് UGയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രോഗ്രാമുകൾ നമുക്ക് നോക്കാം. മെഡിക്കൽ പ്രോഗ്രാമുകളായ MBBS, BDS, BAMS, BHMS, BUMS, BSMS എന്നിവയാണുള്ളത്. മെഡിക്കൽ അലൈഡ് പ്രോഗ്രാമുകളായ BSc അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി, ബാച്ചിലർ ഓഫ് ഫിഷറി സയൻസ്, BVSC ആൻഡ് AH വെറ്റിനറി, BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, BSc ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്. അതോടൊപ്പം കേരള സർവകലാശാലയുടെ കാർഷിക സർവകലാശാലയുടെ BTech അല്ലെങ്കിൽ ബയോടെക്നോളജി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനും നീറ്റ് സ്കോറാണ് പരിഗണിക്കുന്നത്. നീറ്റ് 2025 യോഗ്യതകൾ നമുക്ക് നോക്കാം. 2025 ഡിസംബർ 31 17 വയസ്സ് പൂർത്തിയാകണം. അതോടൊപ്പം 31/12/2028 മുമ്പ് ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഉയർന്ന പ്രായപരിധി ഉണ്ടായിരിക്കുന്നതല്ല. +2 അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയായ പാസ്സായിരിക്കണം. അതോടൊപ്പം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി എന്നീ വിഷയങ്ങൾ പഠിച്ചിരിക്കണം. ഇതിനോടൊപ്പം മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ടീവ് സബ്ജക്റ്റ് ഉൾപ്പെടെ ഇംഗ്ലീഷ് കൂടെ പഠിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ പ്രത്യേകം ജയിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ ബയോടെക്നോളജി എന്നീ വിഷയങ്ങൾക്ക് മൊത്തത്തിൽ 50% മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി മറ്റ് പിന്നോക്ക ഭിന്നശേഷി വിഭാഗക്കാർക്ക് 40% മാർക്കുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പരീക്ഷാഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇതിൽ അപേക്ഷിക്കാവുന്നതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓപ്പൺ സ്കൂളിലെ അംഗീകൃത സംസ്ഥാന ബോർഡിലെ പ്രൈവറ്റ് പഠനം എന്നീ കോഴ്സുകൾ വഴി യോഗ്യത നേടിയവർക്കും അപേക്ഷിക്കാം. ഇവർക്ക് ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി അധിക വിഷയമായി പഠിച്ചവർ മുതലായവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പക്ഷേ അവരുടെ പ്രവേശനാർഹത കോടതി വിധിക്ക് വിധേയമായിരിക്കും. നിശ്ചിത സയൻസ് വിഷയങ്ങളോടൊപ്പമുള്ള ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പരീക്ഷ, അതുപോലെ പ്രീ പ്രൊഫഷണൽ അല്ലെങ്കിൽ പ്രീ മെഡിക്കൽ പരീക്ഷ, ത്രിവത്സര സയൻസ് ബാച്ചിലർ പരീക്ഷ, സയൻസ് ബാച്ചിലർ കോഴ്സിൻ്റെ ആദ്യ വർഷ പരീക്ഷ, +2 തത്തുല്യമായ അംഗീകൃത പരീക്ഷ എന്നിവയിലൊന്ന് ജയിച്ചവർക്കും വ്യവസ്ഥകൾക്ക് വിധേയമായി നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ഫീസ് നിരക്കുകൾ നാം നോക്കുമ്പോൾ 1700 രൂപയാണ് ജനറൽ വിഭാഗത്തിനുള്ള പരീക്ഷാ ഫീസ് എന്ന് പറയുന്നത്. EWS അല്ലെങ്കിൽ OBC വിഭാഗത്തിന് 1600 രൂപയാണ്. പട്ടിക ഭിന്നശേഷി അല്ലെങ്കിൽ തേർഡ് ജെൻഡറിന് 1000 രൂപയാണ്. വിദേശത്ത് പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കുന്നവർക്ക് അപേക്ഷാ ഫീസ് 9500 രൂപയാണ്. ഓൺലൈനായിട്ട് മാർച്ച് 7 വരെ നമുക്കിതിൽ ഫീസ് അടയ്ക്കാവുന്നതാണ്. അപേക്ഷാ സമർപ്പണത്തിന് ആവശ്യമായ രേഖകൾ നമുക്ക് നോക്കുമ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് അല്ലെങ്കിൽ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.
വിദ്യാഭ്യാസ രേഖകൾ നമ്മൾ ഒപ്പം കരുതിയിരിക്കേണ്ടതാണ്. ഒപ്പ്, കൈവിരൽ അടയാളങ്ങൾ നമുക്ക് ഇതിനോടൊപ്പം ചേർക്കേണ്ടി വരും. കാറ്റഗറി അല്ലെങ്കിൽ NCL സർട്ടിഫിക്കറ്റ് ഇതിനോടൊപ്പം ചേർക്കണം. ആധാർ കാർഡ്, ഫോൺ നമ്പർ, ഇമെയിൽ ID നമ്മൾ കയ്യിൽ കരുതിയിരിക്കേണ്ടതാണ്. പരീക്ഷാ സമയം 3 മണിക്കൂർ മാത്രമാണുള്ളത്. ചോദ്യപേപ്പർ മലയാളത്തിൽ നമുക്ക് ലഭ്യമാണ്. പരീക്ഷയുടെ സമയം 3 മണിക്കൂർ. അതോടൊപ്പം ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളുള്ള ഒരു പേപ്പറാണ് പരീക്ഷയ്ക്കുള്ളത്. OMR ഷീറ്റ് ഉപയോഗിച്ചുള്ള ഓഫ്ലൈൻ എക്സാം ആയിരിക്കും നടത്തുന്നത്. നീറ്റ് UGC 2025 പരീക്ഷയുടെ സിലബസ് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നൽകിയിട്ടുണ്ട്. ഇംഗ്ലീഷ്, മലയാളം ഉൾപ്പെടെ 13 ഭാഷകളിൽ നമുക്ക് ചോദ്യപേപ്പർ ലഭ്യമാണ്. കേരളത്തിലുള്ള പരീക്ഷാ കേന്ദ്രങ്ങൾ നാം നോക്കുമ്പോൾ പത്തനംതിട്ട, കണ്ണൂർ, വയനാട്, ആലപ്പുഴ, ചെങ്ങന്നൂർ, അങ്കമാലി, എറണാകുളം, മൂവാറ്റുപുഴ, കാസർഗോഡ്, പയ്യന്നൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ, ഇടുക്കി എന്നീ ജില്ലകളുണ്ട്. അപേക്ഷിക്കുമ്പോൾ 4 കേന്ദ്രങ്ങൾ മുൻഗണന നിശ്ചയിച്ച് നമുക്ക് തിരഞ്ഞെടുത്ത് വയ്ക്കാവുന്നതാണ്. ഇതോടൊപ്പം വിദേശത്തും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. അബുദാബി, ദോഹ, കാഠ്മണ്ഡു, മനാമ, മസ്കറ്റ്, റിയാദ്, ഷാർജ, സിംഗപ്പൂർ, ബാങ്കോക്ക്, കൊളംബോ, കോലാലംപൂർ, ലാഗോസ്, കുവൈറ്റ്, ദുബായ് ഇവിടെയെല്ലാം പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ അർഹരായവരെല്ലാം കൃത്യമായ തീയതിക്കുള്ളിൽ തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണിത്. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.